കുരുക്ഷേത്ര യുദ്ധം പൗരാണിക ഭാരതം കണ്ട ഏറ്റവും വലിയ മഹായുദ്ധമായിരുന്നു. ഒരു മെഗാ ഇവന്റ് ആയിരുന്നു. അതിനെ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞും വിശേഷിപ്പിക്കാറുണ്ട്. ധർമ്മ അധർമ്മം തമ്മിലുള്ള യുദ്ധം, അതിൽ ധർമ്മം ജയിക്കുന്നു, അങ്ങനെയും കുരുക്ഷേത്ര യുദ്ധത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ രാധയുടെ ആംഗിൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ രാധയ്ക്ക് കൃഷ്ണനോടൊത്ത് താൻ ചെലവിട്ട ആ നിമിഷങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ യുദ്ധത്തിന്റെ ഒരുക്കങ്ങളും യുദ്ധം വിതയ്ക്കുന്ന നാശവും ഒന്നും മനസ്സിലാവുന്നില്ല. അതൊട്ടും അംഗീകരിക്കാനും പറ്റുന്നില്ല. തന്നോടൊപ്പം ഉണ്ടായിരുന്ന കനു, ആ കനു എന്തുമാത്രം മാറിയിരിക്കുന്നു. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോയ ആ കനു എന്ത് ഡിഫറെൻ്റ് ആണ്. അപ്പം ആ കൃഷ്ണന്റെ പ്രസന്റ്, ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ പറ്റാതെ രാധ ചോദ്യം ചോദിക്കുകയാണ് രാധ. ധർമ്മവീർ ഭാരതിയുടെ രാധ കണ്ണനോട് ചോദിക്കുകയാണ് സത്യം വാസ്തവത്തിൽ എന്താണെന്നുള്ളത്. രാധയുടെ സ്ത്രീ മനസ്സ് ഈ യുദ്ധത്തിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാധ ചോദിക്കുകയാണ്, അച്ഛാ മേരെ മഹാൻ കനു, मान लो कि क्षण भर को मैं ये स्वीकार लूं कि मेरे ये सारे तन्मयता के गहरे क्षण സിർഫ് ഭാവാവേശ് थे. ഒരു നിമിഷം ഞാൻ അംഗീകരിക്കുകയാണ്, എൻ്റെ ഈ വികാരം നിറഞ്ഞ എൻ്റെ ഇമോഷൻസ്, കനുവിനോടുള്ള എൻ്റെ സ്നേഹപ്രകടനങ്ങൾ അതെല്ലാം വെറും ഭാവാവേശമായിരുന്നു. ഇമോഷൻസിന്റെ ഒരു വേലിക്കയറ്റം മാത്രമായിരുന്നു. സുകോമൽ കൽപ്പനായേ ഥി, അത് വെറും എൻ്റെ ഇമാജിനേഷൻ ആയിരുന്നു. രംഗേ ഹുവേ, എങ്ങനത്തെ ഇമാജിനേഷൻ? നല്ല കളർഫുൾ, പക്ഷേ അർത്ഥഹീൻ, ഒരു അർത്ഥവുമില്ലാത്ത ഒരു പൊട്ടിപ്പെണ്ണിന്റെ ഭാവാവേശം മാത്രമായിരുന്നത്. ആകർഷക് ശബ്ദ മാത്രത്തെ, അത് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു, കളർഫുൾ ആയിരുന്നു. പക്ഷേ ഒരു അറിവില്ലായ്മ കൊണ്ട് ഒരു പെണ്ണിന്റെ ഇമോഷൻസ് മാത്രമായിരുന്നു നമ്മൾ തമ്മിൽ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് ഒരു നിമിഷം ഞാൻ വേണമെങ്കിൽ അംഗീകരിക്കാം. എൻ്റെ മനസ്സിനെ കൊണ്ട് ഞാൻ ധരിപ്പിക്കാം. അതെല്ലാം എൻ്റെ വെറും പൊട്ടത്തരങ്ങളായിരുന്നു, എൻ്റെ ഇമാജിനേഷൻ ആയിരുന്നു, നിറം പിടിപ്പിച്ചുള്ള എൻ്റെ ഇമാജിനേഷൻ ആയിരുന്നു. കേൾക്കാൻ വളരെ മനോഹരമായിട്ട് തോന്നുന്നത്, പക്ഷേ അർത്ഥഹീൻ, മീനിങ്ലെസ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു എൻ്റെത് എന്ന് ഒരു നിമിഷം ഞാൻ അംഗീകരിക്കാം. രാധ തുടരുകയാണ്, मान लो कि क्षण भर को मैं यह स्वीकार कर लूं कि पाप पुण्य धर्माधर्म न्याय दंड क्षमाशील वाला यह तुम्हारा യുദ്ധ സത്യ ഹൈ. ശരി, ഓക്കെ, ഞാൻ ഒരു നിമിഷം അംഗീകരിക്കാം. എന്താണ്? താങ്കളുടെ പാപവും പുണ്യവും ഉള്ള ഈ വിവേചന ശക്തി, ധർമ്മം എന്തുവാണ്, അധർമ്മം എന്തുവാണ്, ന്യായം എന്തുവാണ്, ആർക്കാണ് ദണ്ഡ്, ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, ക്ഷമാശീൽ വാല യഹ തുമാര യുദ്ധ സത്യ ഹൈ, ഈ ധർമ്മം സ്ഥാപിക്കാനാണ് കണ്ണൻ ഈ യുദ്ധം നടത്തുന്നതെന്നുള്ളത് ഒരു നിമിഷം ഒരുപക്ഷെ ഞാൻ അംഗീകരിക്കാം. എൻ്റെ മനസ്സിനെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കാം. ഈ പാപവും പുണ്യവും ധർമ്മവും അധർമ്മവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ യുദ്ധം എന്ന് ഒരുപക്ഷെ ഞാൻ എൻ്റെ മനസ്സിനെ കൊണ്ട് സമ്മതിപ്പിച്ചെന്നിരിക്കട്ടെ. എന്നിരുന്നാലും तो भी मैं क्या करूं कनू, मैं तो वही हूं, तुम्हारी बावरी मित्र, जिसे सदा उतना ही ज्ञान मिला जितना तुमने उसे दिया. എൻ്റെ മനസ്സിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചാലും ഈ യുദ്ധം അനിവാര്യമാണ്, ഈ യുദ്ധം ഒരു ധർമ്മയുദ്ധമാണ്, ഇത് ഈ മനുഷ്യരാശി നിലനിൽക്കാൻ വേണ്ടി അത്യാവശ്യമാണ് എന്നൊക്കെ ഒരുപക്ഷെ ഞാൻ എൻ്റെ മനസ്സിനെ അംഗീകരിപ്പിച്ചാലും मैं क्या करूं कनू, मैं तो वही हूं, तुम्हारी बावरी मित्र, നിന്റെ ആ പൊട്ടി സുഹൃത്ത് തന്നെയല്ലേ ഞാൻ. ജിസേ സദാ ഉത്നാ ഹി ജ്ഞാൻ മില ജിത്ന തുമ്നെ ഉസേ ദിയ, എനിക്ക് കിട്ടിയ അറിവ് എന്തൊക്കെയാണ്? ജിത്ന തുമ്നെ ദിയ, എനിക്ക് ഈ ലോകപരിചയം ഇല്ല കനു. എനിക്ക് ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ അറിവില് കനു എനിക്ക് എന്താണോ പറഞ്ഞു തന്നത്, കണ്ണൻ എനിക്ക് എന്താണോ പറഞ്ഞു തന്നത്, അത്ര മാത്രമേ എനിക്കറിയൂ, അത്രയും ഞാൻ ഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ രാധയ്ക്ക് കൃഷ്ണൻ സ്നേഹം മാത്രമാണ് നൽകിയത്, പ്രണയം മാത്രമാണ് നൽകിയത്. രാധയോടൊത്ത നിമിഷത്തിൽ കൃഷ്ണൻ ഈ ധർമാധർമ്മവും പാപപുണ്യമൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. അതൊട്ട് രാധയ്ക്ക് അറിയില്ല. കണ്ണന്റെ ആ ഒരു ആംഗിളിലുള്ള ചിന്താഗതി രാധ കേട്ടിട്ടുമില്ല, രാധയ്ക്ക് അറിയില്ല. അപ്പൊ രാധ പറയുന്നത്,
ഞാൻ ഒരു നിമിഷം എൻ്റെ മനസ്സിനെ യുദ്ധം അനിവാര്യമാണ്, യുദ്ധത്തിൽ പാപവും പുണ്യവും വിവേചിക്കപ്പെടും, ധർമ്മം അധർമ്മം കീഴ്പ്പെടുത്തപ്പെടും എന്നൊക്കെ ഞാൻ അംഗീകരിച്ചാലും ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാനാണ്? तो भी मैं क्या करूं कनू, मैं तो वही हूं, तुम्हारी बावरी मित्र, जिसे सदा उतना ही ज्ञान मिला जितना तुमने उसे दिया. രാധ ചോദിക്കുകയാണ്, जितना तुमने मुझे दिया है अभी तक उसे पूरा समेट कर भी आस पास जाने कितना है तुम्हारे इतिहास का जिसका कुछ अर्थ मुझे समझ नहीं आता है. എനിക്ക് കണ്ണൻ തന്ന അറിവ് അതെല്ലാം വെച്ച് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാലും തുമാരെ ഇതിഹാസ് കാ ബഹുത് കുച്ച് അർത്ഥ ഹൈ ജോ मैं समझ नहीं पाती. കണ്ണന്റെ ഈ ഒരു ഇതിഹാസ് നിർമ്മാത, ഒരു ഹിസ്റ്ററി ക്രിയേറ്റർ, ഈ യുദ്ധത്തിൽ കണ്ണനുള്ള ഈ ഒരു പരിവേഷം, ഈ ഒരു സ്ഥാനം അതെനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. जितना तुम्हें मुझे दिया है अभी तक, मतलब कि जितना ज्ञान तुमने मुझे दिया है, എത്ര അറിവ് കണ്ണൻ എനിക്ക് തന്നിട്ടുണ്ടോ, ഉസെ പൂറാ സമേറ്റ് കർ ഭി, അത് ഫുൾ ഞാൻ ഉപയോഗിച്ചാലും ആസ് പാസ് ജാനെ കിतना है तुम्हारे इतिहास का जिसका कुछ अर्थ मुझे समझ नहीं आता है. പക്ഷെ എനിക്ക് ഈ കണ്ണന്റെ ഈ യുദ്ധം, ഈ യുദ്ധത്തിലുള്ള സത്യം, അതിന്റെ ആവശ്യകത അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. मैं तो तुम्हारी बावरी मित्र हूँ. കണ്ണൻ എനിക്ക് എന്തറിവ് പറഞ്ഞു തന്നോ അത് മാത്രമേ എനിക്കറിയൂ. എനിക്ക് കണ്ണൻ തന്ന അറിവ് എന്താണ്? സ്നേഹം, പ്രണയം. അത് വെച്ചിട്ട് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഈ യുദ്ധം ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എനിക്കിത് അംഗീകരിക്കാനും പറ്റത്തില്ല, എനിക്ക് മനസ്സിലും ആവുന്നില്ല. എൻ്റെ ബുദ്ധിക്ക് മേലെയാണ് ഈ യുദ്ധത്തിനുള്ള സത്യം. അതുപോലെ തുമ്ഹാരെ ഇതിഹാസ് കാ ജോ സത്യ ഹൈ ഉസ്കാ കുച്ച് അർത്ഥ മുझे समझ नहीं आता है. जितना तुमने मुझे दिया है अभी तक उसे पूरा समेट कर भी आस पास जाने कितना है तुम्हारे इतिहास का जिसका कुछ अर्थ मुझे समझ नहीं आता है. എനിക്ക് കണ്ണൻ പറഞ്ഞു തന്ന അറിവ് വെച്ച് ഞാൻ എങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് നോക്കിയാലും എനിക്ക് ഈ യുദ്ധം, ഇതിന്റെ ആവശ്യകത എന്താണ്, ഇത് വിതയ്ക്കുന്ന നാശത്തിനപ്പുറം ഇതിന്റെ ഗുണം എന്താണെന്ന് എനിക്ക് ഈ ഉപദേശം ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഈ കാവ്യത്തിലൂടെ ഇത് ആസ്വദിക്കുമ്പോൾ നമ്മൾ രാധയുടെ വിവിധ ഭാവങ്ങൾ കണ്ടു. നമ്മൾ പൂർവരാഗില് വളരെയധികം ഫാന്റസിയില് കൃഷ്ണനുമായിട്ട് ഒത്തുചേരാനുള്ള വെമ്പൽ കൊള്ളുന്ന രാധയെ കണ്ടു. ആ വെമ്പൽ കൊള്ളുന്ന ഒരു സ്ത്രീ മനസ്സിനെ കണ്ടു. നമ്മൾ സൃഷ്ടി സങ്കല്പില് അത് സർവ്വതും സമർപ്പിക്കുന്ന രാധയെ കണ്ടു. ഈ കാലയളവിലൊന്നും കൃഷ്ണൻ ധർമ്മവും അധർമ്മവും ന്യായവും അന്യായവും ഒന്നും രാധയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ രാധയ്ക്ക് അതൊട്ടും അറിയില്ല. രാധയോട് സമൂഹം, രാധ ഇങ്ങനെ വളരെ ഓപ്പണായിട്ട് കൃഷ്ണനുമായിട്ട് നടക്കുന്ന കാണുമ്പം സമൂഹം വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചു രാധയുടെ അടുത്ത്. ഇവൻ നിന്റെ ആരാണ്? ഗുരുജനങ്ങൾ ചോദിച്ചു, മുതിർന്നവർ ചോദിച്ചു, സഖികൾ ചോദിച്ചു. അപ്പോഴെല്ലാം രാധ തുമ്മേരെ കോൻ ഹോയിൽ അതിന് ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് നീ ഒരു ശിശുവിനെ പോലെയും ഒരു സഹചരനെ പോലെയും ഒരു ബന്ധുവിനെ പോലെയും ഒരു രക്ഷകനെ പോലെയും ഒക്കെ തോന്നി. എല്ലാം ഒരു മിക്സ്ചർ, ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഈ എല്ലാ ഭാവങ്ങളും, കൃഷ്ണന്റെ ഈ ശിശു രൂപവും കൃഷ്ണന്റെ ഈ കിടാവിനെ പോലുള്ള ഒരു മമതയും, രാധയ്ക്ക് തോന്നുന്ന മമതയും, അതിലെങ്ങും കൃഷ്ണൻ ഈ യുദ്ധപ്രിയനാണെന്നും യുദ്ധത്തിന് ചുക്കാൻ വലിക്കുന്ന ഒരു വ്യക്തിയായിട്ട് രാധ കണ്ടില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ഈ പ്രസന്റ് രാധയ്ക്ക് ഒട്ടും ദഹിക്കുന്നുമില്ല, ഒട്ടും മനസ്സിലും ആവുന്നില്ല. അതുകൊണ്ട് ധർമ്മീർ ഭാരതിയുടെ രാധ ഏക് പ്രശ്ന കെ ദ്വാര ചോദ്യം ചോദിക്കുകയാണ് കൃഷ്ണനോട്. ഇതൊരു ചാലഞ്ചിങ് ചോദ്യമാണ്. കാരണം ഗീതോപദേശം നമുക്കറിയാം, വളരെ ഫേമസ് ആണ്, ആരും ചാലഞ്ച് ചെയ്തിട്ടില്ല. കൃഷ്ണൻ അർജുനന് തക്ക സമയത്ത് കൊടുത്ത ഒരു ഉപദേശമാണ് ഗീതോപദേശം. അർജുനൻ തന്റെ മുമ്പിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്റെ മുമ്പിൽ ഗുരുക്കന്മാരെ കണ്ട് പതറിപ്പോയ അർജുനന് മാനസിക ധൈര്യം കൊടുത്ത ഗീതോപദേശത്തിനെയാണ് ധർമ്മീർ ഭാരതി ചോദ്യം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ റീറീഡിങ് കാണേണ്ടത്. നമ്മൾ ഈ ദരിദ്രയുടെ കോൺസെപ്റ്റ്, വിഖണ്ഡൻവാദ്, അല്ലെങ്കിൽ ഈ അതിനെ ഇംഗ്ലീഷിൽ പറയാൻ ഡീകൺസ്ട്രക്ഷൻ, ഒരു ടെക്സ്റ്റിനെ റീറീഡ് ചെയ്യുന്ന, അതൊക്കെ ഈ 1950s തന്നെ ധർമ്മീർ ഭാരതി നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ഒരു ടെക്സ്റ്റിന്റെ റീറീഡിംഗ് ആണ് ഇവിടെ. എന്നുവെച്ചാൽ മഹാഭാരതം എന്ന ഒരു ടെക്സ്റ്റിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്.
മഹാഭാരതത്തിന്റെ ഏറ്റവും കാതലായ ഒരു കാര്യമാണ് ഗീതോപദേശം അർജുനന് കൊടുക്കുന്ന കൃഷ്ണൻ കൊടുക്കുന്നത്. അതിനെയാണ് ധർമ്മവീർ ഭാരതി തന്റെ ക്യാരക്ടറായ രാധയിലൂടെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാധ പറയുന്നത്, ജിത്തനാ തുമ്നെ മുझे ദിയാ ഹെ അഭി തക് ഉസെ പൂരാ സಮೇट कर भी आस पास जाने कितना है तुम्हारे इतिहास का जिसका कुछ अर्थ मुझे समझ नहीं आता है. अपनी जमुना में जहाँ घंटों अपने को निहारा करती थी मैं, वहां अब शस्त्रों से लदी हुई अगणित नौकाओं की पंक्ति रोज रोज कहाँ जाती है. അപ്പൊ രാധ ചോദിക്കുകയാണ്, നമ്മുടെ യമുന നദി, നമ്മുടെ പവിത്രമായ യമുന നദി, ആ നദിയിൽ ജഹാ ഘണ്ടോ, മണിക്കൂറുകളോളം ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്നെ കോ നിഹാർത്തി ഹുയി, നമ്മൾ കണ്ടതാണ് പൂർവരാഗിൽ. നിർവസ്ത്രയായി യമുന ആ കൃഷ്ണന്റെ ഓർമ്മയിൽ, കൃഷ്ണനാണ് ഈ യമുന നദിയുടെ നീലജലം എന്ന് വിശ്വസിച്ച് അവിടെ നിൽക്കുന്ന രാധ. ആ രാധ പറയാണ്, ആ യമുന നദിയിൽ ആ വഹാ अब शस्त्रों से लदी हुई अगणित नौकाएं आती जाती हैं रोज रोज. കുറേ വള്ളങ്ങൾ, നൗക്ക, കുറേ വള്ളങ്ങളിൽ അഗണിത്, അൺലിമിറ്റഡ് ആയിട്ടുള്ള, എണ്ണാൻ പറ്റാത്ത അത്രയും അസ്ത്രങ്ങളുമായിട്ട് ഈ വള്ളങ്ങളൊക്കെ എന്നും റോസ് റോസ് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ധാരാമേ ബഹ ബഹകർ ആത്തെ ഹുവേ ടൂട്ടേ രഥ് ജർജർ പതാകായേ കിസ്കി ഹേ. അതുപോലെ യമുന നദിയിൽ നമുക്ക് കാണാം പൊട്ടിയ രഥങ്ങളുടെ അതിന്റെ വീലായാലും അതിന്റെ അംശങ്ങളായാലും ഇതെല്ലാം പരാജയപ്പെട്ട ഒരു യോദ്ധാവിന്റെ ലക്ഷണങ്ങളാണ്. ഈ പൊട്ടിയ രഥങ്ങളുടെ അംശങ്ങളെല്ലാം വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്നത്. ജർജർ പതാക്കായെ, കീറി പറഞ്ഞ ഫ്ലാഗുകൾ, പതാക്ക, ഇതെല്ലാം ഒരു കാലത്ത് വളരെ യശസ് ഉയർത്തിപ്പിടിച്ചിരുന്ന ഫ്ലാഗ്സ് ആണ്. അത് ഈ യുദ്ധം വന്നപ്പോൾ അത് കീറുകയും അത് വെള്ളത്തിലൂടെ ഒഴുകി വരികയും കാണുമ്പം നമുക്കൊരു ഡിസ്ട്രക്ഷന്റെ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഇത് ധർമ്മവീർ ഭാരതി ഇത് എഴുതുന്നത്, ഇതിന്റെ പർപ്പസ് യുദ്ധത്തിന്റെ വിനാശം വരച്ചു കാട്ടാനാണ് ഈ കവിത എഴുതിയത്. അത് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഫീൽഡ് റിപ്പോർട്ടർ ആയിരുന്നു. അദ്ദേഹം നേരിട്ട് വാർ ഏരിയയിൽ പോയിട്ട് അവിടുത്തെ ദുഃഖങ്ങൾ കണ്ട് മനസ്സിലാക്കി മനുഷ്യരെ ഇത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി മേലാൽ ഒരു യുദ്ധം ഈ ലോകത്ത് പാടില്ല എന്ന് ചിന്ത വരണം എന്ന് വെച്ചുകൊണ്ട് എഴുതിയതാണ് ഈ കവിത. അല്ലാതെ വെറുതെ രാധയും കൃഷ്ണന്റെയും കാമലീലകൾ കാണിക്കാനല്ല ഇത് എഴുതിയത്. അതിന്റെ ആ ഇന്റൻസിറ്റി കാണിച്ചിട്ട്, അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം നമ്മളെ മനസ്സിലാക്കിപ്പിച്ചിട്ട്, ഒരു വ്യക്തി കൃഷ്ണൻ ഈ സ്നേഹം മാറി പിന്നെ ഈ ഒരു യുദ്ധ മാനിപ്പുലേറ്റർ ആയിട്ട് മാറുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനാണ്. അതാണ് നമ്മളെ കാട്ടുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാർ 1945 നടന്നതിന് ശേഷം ജനങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ട് ഈ മാനവരാശിയിൽ സ്നേഹമാണ് വേണ്ടത് എന്ന് കാണിക്കാനാണ് രാധയെ കൊണ്ട് ഇതൊക്കെ ചോദിപ്പിക്കുന്നത്. अपनी जमुना में जहां घंटों अपने को निहारा करती थी मैं, वहां अब शस्त्रों से लदी हुई अगणित नौकाओं की पंक्ति रोज रोज कहाँ जाती है. धारा में बह बह कर आते हुए टूटे रथ जर्जर पताकाएं किसकी हैं. ഈ ചോദ്യങ്ങളെല്ലാം കൃഷ്ണനോടാണ്. രാധ ഇപ്രകാരം തുടരുകയാണ്. हारी हुई सेनाएं, जीती हुई सेनाएं, നഭ് കോ കമ്പാത്തെ ഹുവേ യുദ്ധ ഘോഷ് ക്രന്ദൻ സ്വർ. ഒരു വശത്ത് ജയിച്ച സൈനികർ, ഒരു വശത്ത് തോൽവി ഏൽക്കേണ്ടി വന്നവർ. നഭ് കോ കമ്പാത്തെ ഹുവേ, നഭ് ആകാശം, ആകാശത്തിനെ വിറപ്പിക്കുന്നവോളം യുദ്ധഘോഷം, വളരെയധികം സൗണ്ട്. ക്രന്ദൻ സർ, ഒരു വശത്ത് കരച്ചില്. ഭാഗേ ഹുയി സൈനിക്കോ സെ സുനി ഹുയി അകൽപ്പനീയ അമാനുഷിക് ഘട്ടനായേ യുദ്ധ കി. ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടിയ കുറെ സൈനികർ ഈ ഗ്രാമവാസികൾക്ക് വന്ന് ഈ യുദ്ധത്തിൽ നടന്ന അകൽപ്പനീയ അമാനുഷിക് എന്ന് വെച്ചാൽ ഇത്രയും ഇൻഹ്യൂമൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആ യുദ്ധത്തിൽ നടന്നു എന്ന് വന്ന് പറയും. അകൽപ്പനീയ, അതിനെ ഇമാജിൻ പോലും ചെയ്യാൻ ഒക്കില്ല. രക്തദാഹികളായ, അതും സഹോദരങ്ങളാന്ന് ഓർക്കണം. ഈ യുദ്ധത്തില് ഗുരുക്കന്മാരുടെ എതിരെയും സഹോദരങ്ങളുടെ എതിരെയാണ് പാണ്ഡവർ യുദ്ധം ചെയ്യേണ്ടി വന്നത്. അമാനുഷിക് ഘട്ടനായ യുദ്ധക്കി. ഇതെല്ലാം കേട്ട് ഈ കണ്ണന്റെ ഓടക്കുഴലിന്റെ മധുരമായ സ്വരം മാത്രം കേട്ട് ശീലമുള്ള ബ്രജവാസികൾ
വളരെ നാട്ടുംപുറത്തുകാര് അവരിതെല്ലാം കേൾക്കേണ്ടി വന്നു. ഈ യുദ്ധഭൂമിയിൽ നടക്കുന്ന ഇവർക്ക് ഈ പോകുന്ന യമുനാ നദിയിൽ കൂടെ പോകുന്ന വള്ളത്തിൽ പോകുന്ന ശസ്ത്രങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആ ഒരു വിവരണം അവര് ഈ സൈനികരിൽ നിന്ന് കേൾക്കുമ്പോൾ രാധ ചോദിക്കുകയാണ്, ക്യാ യേ സബ് സാർത്ഥക് ഹെ? ഈ സാർത്ഥക് ഹെ, സാർത്ഥക് മീൻസ് ഇതിന് വല്ല മീനിങ്ങും ഉണ്ടോ? ഈ ഇത്രയും അമാനുഷികമായി മനുഷ്യനെ കൊല്ലുന്ന വെറുപ്പ് ഉളവാക്കുന്ന യുദ്ധത്തിൽ വല്ല അർത്ഥവും ഉണ്ടോ? हारी हुई सेनाएं, जीती हुई सेनाएं, नभ को कंपाते हुए युद्ध घोष क्रंदन स्वर, भागे हुए सैनिकों से सुनी हुई अकल्पनीय अमानुषिक घटनाएं युद्ध की, क्या ये सब सार्थक हैं? യുദ്ധത്തിന്റെ ഗർജനങ്ങളുടെ ഇടയ്ക്ക് ഇവര് കാണുന്നത്, ഗ്രാമവാസികൾ കാണുന്നത്, चारों दिशाओं से उत्तर को उड़ उड़ कर जाते हुए गुद्दों को क्या तुम बुलाते हो? ഈ ഉത്തർ ദിശയിലേക്ക്, കുരുക്ഷേത്ര ഹരിയാനയിലായിരുന്നു, ആ ഒരു ഓപ്പൺ മൈതാനിയിലാണ് അത് സെലക്ട് ചെയ്തത്. ആ കുരുക്ഷേത്ര ഭൂമി, ഈ യുദ്ധം നടക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ആ ഭൂമി ബ്രജപ്രദേശത്തിൽ നിന്നും ദ്വാരകയിൽ നിന്നും ഒക്കെ ദൂരെയായിരുന്നു, മഥുരയിൽ നിന്നൊക്കെ ദൂരെയായിരുന്നു. അപ്പൊ അവിടത്തേക്ക് പറക്കുന്ന ഈ ഗിദ്ദുകള്, ഈ വൾച്ചേഴ്സ്, ഈ മനുഷ്യ മാംസവും മൃഗങ്ങളുടെ മാംസവും ഭക്ഷിക്കുന്ന ഈ ഗിദ്ദുകൾ അങ്ങോട്ട് പറക്കുന്നു. നീയാണോ അവരെ അങ്ങോട്ട് വിളിക്കുന്നത്? കണ്ണൻ ഒരു സമയത്ത് ജैसे तुम बुलाते थे भटकी हुई गायों, ഈ പശുക്കളെ മേയിക്കാൻ പോകുമ്പം കണ്ണന്റെ ഒരു പ്രത്യേകതരത്തിലുള്ള ഓടക്കുഴൽ ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. ഈ പശുക്കളെ വിളിക്കാൻ തന്നെ ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. ഈ ഓടക്കുഴൽ തന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 3 തരത്തിലായിരുന്നു. അതിൽ എത്ര ശിശിരങ്ങൾ ഉണ്ടോ അതനുസരിച്ച് അതിന് വേറെ വേറെ പേരുകളുമായിരുന്നു. ഒന്ന് ഈ ഗോപികമാരെ ആകർഷിക്കാനും, പിന്നെ ഒന്ന് ഈ പശുക്കളെ ആകർഷിക്കാനും, പിന്നെ ഒന്ന് സകല ചരാചരങ്ങളെ ആകർഷിക്കാനും. അപ്പൊ അന്ന് ഈ പശുക്കളെ വിളിച്ചിരുന്ന അതേ രീതിയിൽ, അതേ ലാഘവത്തോടെ ആണോ ഈ മനുഷ്യ മാംസം കഴിക്കാനുള്ള ഗിദ്ദുകളെ വിളിക്കുന്നത്? चारों दिशाओं से उत्तर को उड़ उड़कर जाते हुए ഗിദ്ദോം കോ ക്യാ തും ബുലാത്തെ ഹോ? ഇതും രാധ ചോദിക്കുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഈ ഗിദ്ദുകളെ ആരും താല്പര്യപ്പെടുന്ന ഒരു സംഭവമല്ല. കാരണം മാംസം ഭക്ഷിക്കുന്നവരാണ് ഈ പക്ഷികൾ. അപ്പൊ ഈ യുദ്ധഭൂമിയിൽ ഒരുപാട് ഡെഡ് ബോഡീസ് കിടക്കുകയും അത് വന്ന് ഈ യുദ്ധത്തിന് ചില റൂൾസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഒളിച്ചും പാത്തുമല്ല. അന്ന് ഇന്ന് രാവിലെ ഇത്ര സമയത്ത് ശംഖ് ഊതും, കറക്റ്റ് റൂൾ അനുസരിച്ച് ശംഖ് സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് ശംഖ് യുദ്ധം തീർക്കുകയും ചെയ്യണമെന്ന്. പിന്നെ അതിൽ എന്തെങ്കിലും ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണന്റെ ലീലാവലാസങ്ങൾ കാണിച്ചതിലാണ് അവിടെ ഫൗൾ പ്ലേ നടന്നത്. അല്ലാതെ അവിടെ മഹാഭാരത യുദ്ധത്തിൽ വളരെ ന്യായമായിട്ട് തന്നെയാണ് അവർ യുദ്ധം ചെയ്തിരുന്നത്. അപ്പൊ ആ യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന യോദ്ധാക്കളുടെ മാംസം ഭക്ഷിക്കാൻ ഈ പക്ഷികൾ അങ്ങോട്ട് പറക്കുന്നു. അത് നീ വിളിക്കുന്നയാണോ എന്ന് രാധ ചോദിക്കുകയാണ്. जितनी समझ अब तक तुमसे पाई है कनु, उतनी बटोर कर भी कितना कुछ है जिसका कोई भी अर्थ मुझे समझ नहीं आता है. കനു, ജിത്നി സമജ് തുംസെ मैंने പായി ഹെ, കനു എന്നെ എന്തൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ടോ, ഉത്നി ബട്ടോർ കർ ഭി, അത്രയെല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചാലും, കിത്തനാ കുച്ച് ഹെ ജിസ്കാ കോയി ഭി അർത്ത് മുझे സമജ് നഹി ആത്താ ഹെ, എനിക്ക് കണ്ണന്റെ ഈ സിറ്റുവേഷൻ, ഈ യുദ്ധത്തിനെ ന്യായീകരിക്കുന്ന ഒട്ടുമേ മനസ്സിലാവുന്നില്ല. എനിക്ക് അതിനർത്ഥം മനസ്സിലാവുന്നില്ല. ജിത്നി സമജ് അബ് തക് തുംസെ പായി ഹെ കനു, കനു എനിക്ക് തന്ന അറിവേ ഉള്ളൂ. എനിക്ക് ലോകപരിചയം എനിക്ക് കനുവിൽ നിന്നാണ് കിട്ടിയത്. കനു പറഞ്ഞത് എനിക്ക് സ്നേഹത്തിന്റെ ഭാഷ മാത്രമാണ് കനു പറഞ്ഞത്. അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിലും ഉത്നി ബട്ടോർ കർഭി, എന്റെ അറിവിനെ എല്ലാം കൂടെ ഞാൻ ഉപയോഗിച്ച്, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിലും, കോയി ഭി അർത്ത് മുझे സമജ് നഹീ ആതാ, എനിക്ക് ഒരു ആംഗിളിലും ഈ യുദ്ധത്തിനെ ന്യായീകരിക്കാൻ പറ്റില്ല. എനിക്കത് മനസ്സിലും ആവുന്നില്ല. ഇനി ഇത് രാധയുടെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കാവ്യത്തില് ഒന്ന് നമ്മള് ക്യാ മൈ സിർഫ് സേതു ഥി എന്ന് പറയുന്ന ആ ഒരു കഴിഞ്ഞിട്ട് പിന്നീട് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളതാണ് അർജുൻ കി തര കഭി മുझे भी समझा दो സാർത്ഥക്ത ക്യാ ഹെ ബന്ധു. അർജുനനെ മനസ്സിലാക്കി കൊടുത്തില്ലേ? അർജുനന് ഗീതോപദേശം കൊടുത്തപ്പോ അർജുനന് കാര്യം പിടികിട്ടി. മുझे भी समझा दो സാർത്ഥക്ത ക്യാ ഹെ ബിന്ദു, എനിക്കും കൂടെ അല്പം മനസ്സിലാക്കി തരുവോ, എന്താണ് സാർത്ഥക്ത? സാർത്ഥക്ത എന്ന് പറയുമ്പോൾ അർത്ഥവത്തായ കാര്യം എന്താണെന്ന് ജീവിതത്തിൽ എനിക്കൂടെ ഒന്ന് മനസ്സിലാക്കി തരുവോ?
अर्जुन की तरह कभी मुझे भी समझा दो സാർത്ഥക്ത ക്യാ ഹെ ബന്ധു. അർജുനന് എത്ര നല്ലവണ്ണം മനസ്സിലാക്കി കൊടുത്തു. അർജുനന് വളരെയധികം പതറി നിന്ന സമയത്ത് അത് ഉപകരിക്കുകയും ചെയ്തു. ഞാനും ഇപ്പോൾ പതറി നിൽക്കുകയാണ്. എനിക്കും കണ്ണനില്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇപ്പം എനിക്കൊന്ന് മനസ്സിലാക്കി തരുവോ, സാർത്ഥക്ത ക്യാ ഹെ ബന്ധു. ഒരുപക്ഷെ കണ്ണൻ പറഞ്ഞു തന്നാൽ എനിക്കത് മനസ്സിലാവുകയും എന്റെ ഈ വിഷമത്തിന് ഒരു അറുതി വരികയും ചെയ്യും. इसलिए मैं पूछ रही हूँ, अर्जुन की तरह कभी मुझे भी समझा दो സാർത്ഥക്ത ക്യാ ഹെ ബന്ധു. പിന്നീട് അത് ചോദിക്കുകയാണ്, മാൻ ലോ കി മേരി തന്മയത കെ ഗഹരെ ക്ഷൺ രംഗേ ഹുए अर्थहीन ആകർഷക് ശബ്ദ थे तो सार्थक फिर क्या है कनु. എന്റെ ഈ ഇമോഷൻസ് അതെല്ലാം വെറും കളർഫുൾ അർത്ഥഹീൻ ആകർഷക് വാക്കുകളായിരുന്നു. എനിക്കിപ്പം ബോധ്യമായി. ഇതിൽ പരം ബോധ്യമാനൊന്നുമില്ല. കാരണം വളരെയധികം ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരുന്ന കൃഷ്ണൻ ഇട്ടിട്ട് പോയി. നോക്കൂ, രാധ ഇവിടെ വിരഹിണിയല്ല. വിരഹിണിക്ക് വേറൊരു ആംഗിൾ ഉണ്ട്. വിരഹിണി വിരഹം കഴിഞ്ഞ് തന്റെ പ്രിയതമനായിട്ട് ഒത്തുകൂടാനുള്ള സാധ്യതയുണ്ട് വിരഹിണിക്ക്. ചില സമയത്ത് മാറി നിൽക്കുമ്പോൾ വിരഹം ഉണ്ടാവും. പക്ഷെ ഇത് വിപ്രലബ്ധയാണ്. വിപ്രലബ്ധയുടെ മീനിങ് തന്നെ ടോട്ടലി ഇട്ടിട്ട് പോകുന്ന, പുരുഷൻ ഇട്ടിട്ട് പോകുന്ന സ്ത്രീയുടെയാണ്. അപ്പൊ ഇതിൽ വിരഹം മാത്രമല്ല. മേരെ സഭി ശബ്ദ് കേവൽ അർത്ഥഹീൻ ആകർഷക് ശബ്ദ ഥേ. ഞാൻ സമ്മതിക്കുന്നു. तो സാർത്ഥക് ഫിർ ക്യാ ഹേ കനു. അങ്ങനെയെങ്കിൽ പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകൾ എന്താണെന്നൊന്ന് പറഞ്ഞുതരൂ. സ്നേഹത്തിന്റെ വാക്കേ എനിക്കറിയൂ. സ്നേഹത്തിന്റെ ഭാഷയെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. കണ്ണൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതൊന്നും യൂസ്ഫുൾ അല്ല, മീനിങ് ഫുൾ അല്ല എന്ന് കണ്ണൻ പറയുമ്പം तो फिर सार्थक क्या है ये तनिक मुझे बता दो. അങ്ങനെ ഈ ഇതിഹാസ് ഖണ്ഡ് കനുപ്രിയയുടെ കുറെ കാതലായ ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ സേതുമേലും കണ്ട് രാധയുടെ കുറെ ചോദ്യങ്ങൾ, ഈ ഏക് പ്രശ്നയിലും കണ്ടു. അപ്പൊ ഇതില് രാധ ഈ പ്രശ്നങ്ങളിലൂടെ രാധ ചോദിക്കുന്നെങ്കിലും അത് ചോദിക്കുന്നത് കവിയാണ്. കവിയുടെ ഒരു ആംഗിളിലാണ് അത് ചോദിക്കുന്നത്. കൃഷ്ണന്റെ ഈ ഒരു യുദ്ധം അതിൽ എത്രമാത്രം സാർത്ഥകത ഉണ്ടായിരുന്നെന്നാണ് കവി ചോദിക്കുന്നത്. നമ്മൾ ഈ കാവ്യം ഇടയ്ക്ക് നിങ്ങൾ ആലപിക്കുന്നതും വളരെ നല്ലതാണ്. ഉച്ചത്തിൽ ചൊല്ലുക. കവിത ആസ്വദിക്കുമ്പോൾ എപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉച്ചാരണ ശുദ്ധി ഉണ്ടാവും. പിന്നെ അത് ആസ്വദിക്കാനും ഒരു സുഖം തോന്നും. ഇന്ന് ആമി എൻ്റെ അനിയത്തിയുടെ മോളാണ്. ആമി വീട്ടിൽ വരികയുണ്ടായി. അപ്പൊ ആമി യൂഷ്വലി എനിക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കവിതയൊക്കെ ആമിയുടേത് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. എൻ്റെ കവിതയുടെ കൂടെ ആമി അത് മെമ്മറൈസ് ചെയ്ത് പറയാറുണ്ട്. അപ്പൊ ഇന്ന് ഈയിടെ ആമി വന്നപ്പം ചോദിച്ച്, ആൻറ്റി എപ്പോഴും കനുപ്രിയ മാത്രമേ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. എൻ്റെ ആമി +2 പഠിക്കുകയാണ്. അപ്പൊ ആമിയുടെ പോർഷൻസ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കനുപ്രിയ മാത്രമേ ചെയ്യുന്നു എന്നൊരു കംപ്ലൈന്റ് ആമി പറയുകയുണ്ടായി. അപ്പൊ ആമിക്ക് ഞാൻ കൊടുത്തു ഈ കനുപ്രിയ ഒന്ന് ചൊല്ലാൻ വേണ്ടി. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. ജസ്റ്റ് ഒരു ഷോർട്ട് ക്ലിപ്പിംഗ് ആണ്. अच्छा मेरे महान कनु, मान लो कि क्षण भर को मैं यह स्वीकार लूं कि मेरे ये सारे तन्मयता के गहरे क्षण सिर्फ भावावेश थे, सुकोमल कल्पनाएं थी, रंगे हुए अर्थहीन आकर्षक शब्द थे. मान लो कि क्षण भर को मैं यह स्वीकार लूं कि पाप पुण्य धर्माधर्म न्याय दंड क्षमाशील वाला यह तुम्हारा युद्ध सत्य है. तो भी मैं क्या करूं कनु, मैं तो वही हूँ तुम्हारी बावरी मित्र, जिसे सदा उतना ही ज्ञान मिला जितना तुमने उसे दिया. जितना तुमने मुझे दिया है अभी तक उसे पूरा समेट कर भी आसपास जाने कितना है तुम्हारे इतिहास का, जिसका कुछ अर्थ मुझे समझा नहीं आता है. अपनी जमुना में जहाँ घंटों अपने को निहारे करती. आंटी ये तो बहुत डिफिकल्ट है. कोई बात नहीं, वो लास्ट वाला थोड़ा टचिंग वर्ड्स है, वो वाला पढ़ लो टुवर्ड्स द एंड. हाँ, टुवर्ड्स द एंड. अर्जुन की तरह कभी मुझे भी समझा दो सार्थकता है क्या बंधु. मान लो कि मेरी तन्मयता के गहरे क्षण रंगे हुए अर्थहीन आकर्षक शब्द थे,
तो सार्थक फिर क्या है कनु? आंटी इसका मीनिंग क्या है? वो ना कनुप्रिया मतलब राधा, उसे छोड़कर कृष्ण चले गए। दोनों में काफ़ी प्यार था, लेकिन कृष्ण जब मथुरा चले गए तो फिर राधा का ख्याल ही नहीं रखा, एकदम अकेली पड़ गई। तो दुखी होकर पूछ रही है, अकेली पड़ गई है। अरे ये तो दुखी होकर नहीं, गुस्से से पूछना चाहिए। हाँ, तो मॉडर्न कनुप्रिया गुस्से से पूछो। अर्जुन की तरह कभी मुझे भी समझा दो, सार्थकता है क्या बंधु? मान लो कि मेरी तन्मयता के गहरे क्षण रंगे हुए अर्थहीन आकर्षक शब्द थे, तो सार्थक फिर क्या है कनु? अरे वाह,